പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 23 മുതൽ ഒരുപാട് നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചില നക്ഷത്ര ജാതകർക്ക്. ഇന്നേ ദിവസം മുതൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് വിശദമായിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച്. മേടക്കൂറിൽ പിറന്ന 3 നക്ഷത്ര ജാതകർക്കും വ്യാഴൻ ഇഷ്ടസ്ഥിതിയും അതുപോലെ തന്നെ ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവ 12-ലും നിൽക്കുന്നതിനാൽ നല്ല കാലഘട്ടം തന്നെയാണ്. കുടുംബസുഖം, ധനാഗമം, ഭാഗ്യ ഐശ്വര്യങ്ങൾ, അതുപോലെ തന്നെ പ്രസംഗം, നടനം, അഭിനയം തുടങ്ങിയ കലകളിൽ അംഗീകാരങ്ങൾ, കൂടുതൽ വിദ്യാഭ്യാസത്തിനുള്ള യോഗം, എഴുത്ത്, ഗണിതം, ശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യം ലഭിക്കാനും സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം ചെയ്യുന്നതിനും ഉള്ള യോഗവും കാണുന്നു. സഹോദരങ്ങളെ കൊണ്ട് ഗുണവും, തർക്കഭൂമിയിൽ ലാഭവും, സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളും, നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകും. വീട്ടിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള യോഗവും, സന്താനങ്ങൾക്ക് ഉന്നതിയും, ആചാര്യ സ്ഥാനത്തുള്ളവർക്ക് നേട്ടങ്ങളും ഉണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് യോഗം ഉണ്ടാകും, ഭാഗ്യവും ഉണ്ടാകും. വ്യാഴം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് രാജസമ്മാനം ചില വ്യക്തികൾക്ക് കരാഗതമാകും. ഈ കൂറുകാർക്ക് അനുഭവസിദ്ധിക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസം, ജലധാര, ദേവിക്ക് കുങ്കുമം എന്നിവ നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം സർപ്പപ്രീതി വരുത്താനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ, രോഹിണി, മകയിരം എന്നീ നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ, നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ വളരെ വിജയത്തിൽ എത്തുകയാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, മുതിർന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുബലവും സഹോദരവും സഹപ്രവർത്തകരുടെ സഹകരണവും ഉണ്ടാകും. തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. മെക്കാനിക്കൽ, ഡ്രൈവിംഗ്, വർക്ക്ഷോപ്പ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ്. നിർത്തിവച്ചിരിക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ചിന്തകൾ വന്നു ചേരും. ദാമ്പത്യ ദുരിതത്തിൽ ഖേദിച്ചിരിക്കുന്നവർക്ക് കാലം അനുകൂലമായി തന്നെ വരുന്നുണ്ട്. നിസ്സാര കാര്യങ്ങളിൽ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് വീണ്ടും ഒരുമിക്കുവാൻ അവസരം കൈവരും. വ്യാഴൻ്റെ മറവ് കൊണ്ട് എഴുത്തുകുത്തുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വളരെ കാലമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന രേഖകൾ കൈവശം വന്നു ചേരും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനോബലം ലഭിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മെല്ലെ വന്നു ചേരും. തസ്കരന്മാരിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബദേവതാ പ്രീതി, സർപ്പദേവതാ പ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇനി മിഥുനക്കൂറിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൈവാധീനത്താൽ ഫലം മുടങ്ങിയ കാര്യങ്ങൾ തിരികെ പിടിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ്. പലരുടെയും വിരോധങ്ങൾക്ക് പാത്രമാകേണ്ടി വരുമെങ്കിലും അവയെ സമർത്ഥമായി തരണം ചെയ്യാൻ കഴിയും. പല ട്രസ്റ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുടുംബയോഗങ്ങൾക്കും സംഘടനകൾക്കും രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടി വരും. പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ കഴിയും. നിസ്സാര കാര്യങ്ങൾ പോലും ധനം ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മുക്തി പ്രതീക്ഷിക്കുക. കുട്ടികൾക്ക് ബാലപീഡകൾ അനുഭവമാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങൾ, പുതിയ പാഠങ്ങൾ തേടുന്നവർക്ക് വിദേശത്തോ സ്വദേശത്തോ അത് നടത്തുവാനുള്ള യോഗവും,
ചിലർക്ക് ഒന്നിൽ കൂടുതൽ ചെയ്യുന്നതിനുള്ള അവസരവും വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങളും ഇരുമ്പ് യന്ത്രങ്ങൾ, കലാപരമായ വിഷയങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. മുട്ടുവേദന, കാൽപാദവേദന എന്നിവ ഇവർക്ക് ശമനം കണ്ടു തുടങ്ങും. ചിലവുകൾ വരും ദിവസങ്ങളിൽ വളരെ കുറവായിരിക്കും. ചില എഴുത്തുകുത്തുകൾ വഴി ലാഭവും പ്രശംസയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവർ ശാസ്താവിന് നീരാജനം, ഹനുമാനം വടമാല, വിഷ്ണുപ്രീതി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇന്നു മുതൽ ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടും. പല തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടിയോ ഉദ്യോഗത്തിന് വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പണം ചിലവാക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് ഭൂമി പണയപ്പെടുത്തുകയോ മറ്റോ നടത്തുന്ന ശ്രമങ്ങൾ വിജയകരമാകും. വിദേശ സ്വദേശവാസം അനുകൂല അവസ്ഥകൾ സൃഷ്ടിക്കും. സന്താനങ്ങൾക്കും പ്രായമായവർക്കും ഉത്തമ കാലഘട്ടമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. അഷ്ടമശനിയുടെ സ്ഥിതി മൂലം ദമ്പതികൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷിക്കാർക്ക് ഉത്തമമായിരിക്കും. ബന്ധുക്കളുടെ സ്നേഹ ആദരങ്ങൾ ലഭിക്കും. ആഭരണം, വസ്ത്രം, വാഹനം എന്നിവയ്ക്ക് നാശം സംഭവിക്കാതെ ഒന്ന് നോക്കുക. പൊതുവെ വിഷമസ്ഥിതിയിൽ കഴിഞ്ഞിരുന്നവർക്ക് മാറ്റങ്ങളും നല്ല കാലത്തിൻ്റെ ഉണർവും ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ സമയം ഉത്തമമായിരിക്കും. ശത്രുക്കളുടെയും ചോരന്മാരുടെയും ഉപദ്രവത്തിൽ നിന്ന് ഒഴിഞ്ഞ് ശ്രദ്ധയോട് ധനം കൈകാര്യം ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകും. ശാസ്താവിന് നീരാജനം, ഹനുമാൻ സ്വാമിക്ക് വടമാല, വിഷ്ണുവിന് പാൽപായസ നിവേദ്യം, നാഗർക്ക് ആയില്യം, അർച്ചന എന്നിവ ദോഷങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുന്നൊരു സമയം കൂടിയാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇനി തുലാക്കൂറിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. ധനം, ധാന്യം, കീർത്തി, സൗഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാതെ തന്നെ കൈവരും. ഭൂമി വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. ബുധശുക്രന്മാരുടെ ബലവും ചൊവ്വയുടെ ഉച്ചസ്ഥിതിയും കലാകാരന്മാർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ് സമ്മാനിക്കുന്നത്. അംഗീകാരങ്ങൾ വന്നു ചേരും. സിനിമ, സീരിയൽ, നാടകം, സംഗീതം എന്നീ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള ആദരവ് ഏറിവരും. സഹോദരങ്ങൾക്ക് വേണ്ടിയോ വിവാഹത്തിനോ പഠനത്തിനോ ഗൃഹനിർമ്മാണത്തിനോ സഹായങ്ങൾ ചെയ്യേണ്ടി വരും. കച്ചവടത്തിനായി സ്വദേശത്തും വിദേശത്തും യാത്രകൾ ചെയ്യേണ്ടി വരും. മുടങ്ങിയിരിക്കുന്ന വ്യാപാരങ്ങൾ പുനരാരംഭിക്കും. ബന്ധുബലം വർദ്ധിക്കും. അപ്രതീക്ഷിതമായി കളത്രത്തിന് പുതിയ തൊഴിൽ ഭാഗ്യം ഉണ്ടാകും. വളർത്തുമൃഗങ്ങളിൽ നിന്ന് നേട്ടം, റിയൽ എസ്റ്റേറ്റ്, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടം. പൊതുവെ ഈ കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശിവന് ജലധാര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറിൽ പിറന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കാത്തിരിക്കുന്നത് ശത്രുക്കളുടെ മേൽ മികച്ച വിജയം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇവരുടെ വളർച്ചയുടെ കാലഘട്ടം കൂടിയാണ്. അതിനൊപ്പം ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം പുലരും. ചെറിയ അറ്റകുറ്റപ്പണികൾ ഗൃഹത്തിൽ നടത്താൻ സാധിക്കും. ധനപരമായ ചിലവുകൾ ഏറിവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെടും. ശത്രു വിജയം ഉണ്ടാകും. ദൂരയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടും. തടഞ്ഞു വച്ചിരുന്ന പ്രമോഷൻ, ലോണുകൾ എന്നിവ അനുഭവത്തിൽ വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാറ്റം അനുഭവപ്പെടും. കലാകാരന്മാർക്കും അനുകൂല സമയം തന്നെയാണ്. പുതിയ വിദ്യകൾ അഭ്യസിക്കുന്നതിന് അനുകൂല കാലമാണ്. ധനാഗമത്തിനുള്ള വഴികൾ വരും ദിവസങ്ങളിൽ തെളിയും. മുതിർന്നവർക്ക് സുഖം അനുഭവപ്പെടും.
ചെറിയ ചികിത്സകൾ ഫലിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ചില ലാഭങ്ങൾ ഉണ്ടാകും. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടറി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.